ഈ വർഷം മുതൽ BSc നഴ്സിംഗിന് കോമൺ എൻട്രൻസ് ഉണ്ടാവും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് മുതൽ പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഇത്തവണ എന്തെങ്കിലും എൻട്രൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം. പക്ഷേങ്കിൽ ഇതുവരെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ ഇപ്പം നമ്മളെ കേരളം മാത്രമല്ല പറയുന്നത്, കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾ എടുത്താലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സൈഡിൽ നിന്നും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എൻട്രൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഇതുവരെ ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. പക്ഷേങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എൻട്രൻസ് നടത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ പാരാമെഡിക്കൽ കോഴ്സസിന്റെ അഡ്മിഷന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പൊ കേരളത്തിലെ അഡ്മിഷൻ നടക്കുന്നത് LBS ത്രൂ ആണ്. അതായത് +2 റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് LBS ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് LBS നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ LBS ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള പാരാമെഡിക്കൽ കോളേജുകളിലോട്ട് എല്ലാ പാരാമെഡിക്കൽ സീറ്റ്സിലും അഡ്മിഷൻ നടക്കുന്നത്. അതിപ്പോ പ്രൈവറ്റ് കോളേജസ് ആയാലും ഗവൺമെന്റ് കോളേജസ് ആയാലും LBS നടത്തുന്ന കൗൺസിലിംഗിലൂടെ 100% മെറിറ്റ് അടിസ്ഥാനത്തിലായിട്ടാണ് നടക്കുന്നത്. അതിപ്പോ BSc പാരാമെഡിക്കൽ കോഴ്സസ് ആയാലും അതുപോലെ തന്നെ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ് ആയാലും കേരളത്തിൽ കറന്റ്ലി അലോട്ട്മെന്റ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBS ആണ്. സോ ഇതുവരെ പാരാമെഡിക്കൽ കോഴ്സസിന് വേറൊരു എൻട്രൻസ് അനൗൺസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ വർഷവും എന്തായാലും LBS +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പാരാമെഡിക്കൽ കോഴ്സസിനും കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള സാധ്യത. ഇനി നമ്മൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾ എടുക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്ത് നമുക്ക് മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് അല്ലെങ്കിൽ ഓപ്പൺ കോട്ട സീറ്റ്സ് ആണ് നമുക്ക് പ്രൈവറ്റ് കോളേജസിൽ എടുക്കാനായിട്ട് സാധിക്കുക. ഇല്ലാണ്ട് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയിലോ ഉള്ള അവരുടെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കൽ പോസിബിൾ അല്ല. അവിടെയുള്ള പ്രൈവറ്റ് കോളേജസിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. സോ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ അത് മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് വരുന്നത്. സെയിം ആണ് നമ്മളിപ്പോ കർണാടകയിൽ പോവുകയാണെങ്കിൽ രാജീവ് ഗാന്ധി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. സോ രാജീവ് ഗാന്ധി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അവിടെയുള്ള ഗവൺമെന്റ് കോളേജസിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കൽ പോസിബിൾ അല്ല. പിന്നെ നമുക്ക് അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലൊക്കെയുള്ള എയിംസ്, ജിഗ്മറൊക്കെ പോലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പൊ എയിംസ്, ജിഗ്മറൊക്കെ പോലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് നടത്തുന്നുണ്ട്. ഇപ്പൊ നഴ്സിംഗ് കോഴ്സസിനാണെങ്കിൽ ലാസ്റ്റ് ഇയർ നീറ്റിന്റെ അണ്ടറിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, BSc നഴ്സിംഗിന്റെ കൗൺസിലിംഗ് അവർ നടത്തിയിട്ടുള്ളത്. അത് കൂടാണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു എൻട്രൻസ് വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഒരു എൻട്രൻസ് എഴുതുക. ആ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ അഡ്മിഷൻ ലഭിക്കും. ഞാൻ പറയുന്നത് എയിംസ്, ജിഗ്മർ മാത്രമല്ല, എയിംസ്, ജിഗ്മർ, ബാംഗ്ലൂരുള്ള നിംഹാൻസ് ഇതുപോലുള്ള ഇന്ത്യയിലുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ തന്നെ സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ എൻട്രൻസിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പം അമൃത യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ദെൻ അത് കൂടാണ്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റീസ്, SRM യൂണിവേഴ്സിറ്റി, ദെൻ SRMC യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലേക്കുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായ എൻട്രൻസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എൻട്രൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കറന്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ കേരളത്തിലുള്ള LBSന്റെ അണ്ടറിൽ വരുന്ന കോളേജസിൽ അഡ്മിഷൻ നേടാനായിട്ട് വേറെ എൻട്രൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. അത് കൂടാണ്ട് അതർ സ്റ്റേറ്റിലുള്ള അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജസിലും അഡ്മിഷൻ നേടാനായിട്ട് വേറെ എൻട്രൻസിന്റെ ആവശ്യം എന്തായാലും ഉണ്ടാവുകയില്ല. അപ്പോൾ പാരാമെഡിക്കലിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും